ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള എനർജി എങ്ങനെയാണെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. അപ്പോൾ ആദ്യമേ നമ്മൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള എനർജിയാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവരുടെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത് എന്ന് തന്നെ പറയാം. ചിലപ്പോൾ കൂടുതൽ വ്യക്തികൾക്കും ആ ഒരു കപ്പിൾ എനർജി ഒക്കെ ആയിരിക്കണം, ആ ഒരു പാർട്ട്നേഴ്സ് എന്നുള്ള രീതിയിലുള്ളവരായിരിക്കണം. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആവണമെന്നില്ല. പലർക്കും പല വ്യക്തികൾ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കാറുണ്ട്. ചിലർക്ക് ഫാമിലി, ചിലർക്ക് ഈ പറഞ്ഞതുപോലെ മറ്റൊരു വ്യക്തി, ലവർ, എക്സ്, അങ്ങനെ പല വ്യക്തികളും വരാറുണ്ട്. ഇവിടെ നമുക്ക് ഒരു കപ്പിൾ എനർജിയും കുറച്ചൊരു ലൗഡായിട്ട് കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രമാറ്റിക് എന്നുള്ള രീതിയിൽ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആ ഒരു ഓൺ ആൻഡ് ഓഫ് പാറ്റേണിൽ പോകുന്നുണ്ട്. അവരുടെ ഒരു എനർജി തന്നെ പോകുന്നത് ആ ഒരു ഓൺ ആൻഡ് ഓഫ് രീതിയിലാണ്. മാത്രമല്ല, ഇതിനകത്ത് എത്ര അകന്ന് പോയി പോയി അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു തകർച്ച സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു ചേഞ്ച് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പക്ഷെ വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. മാത്രമല്ല, എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉള്ള ഒരു പേഴ്സൺ, അല്ലെങ്കിൽ വിചാരിച്ച കാര്യങ്ങൾ വിചാരിച്ചതുപോലെ കൊണ്ടുവരിക എന്ന് നമ്മൾ പറയുന്ന പോലെയുള്ള ഒരു പേഴ്സൺ എനർജിയാണ് നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് കഴിയുന്നത്. പക്ഷെ ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തി ഈ ഒരു പേഴ്സണെ കുറിച്ച് ധരിച്ചിട്ടുള്ളത് അതിനേക്കാളും കുറച്ചും കൂടി ഒരു മുകളിലുള്ള ഒരു രീതിയിലായിരിക്കാം. അതായത് യഥാർത്ഥത്തിൽ ഈ ഒരു പേഴ്സൺ എന്താണോ അതിനേക്കാളും കുറച്ചും കൂടി ഒരു ബിഗ് പിക്ചർ അല്ലെങ്കിൽ ആ ഒരു ഇമേജിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിയെ കണ്ടിരുന്നിട്ടുള്ളത്. പക്ഷെ അതിനൊരു തകർച്ച സംഭവിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ചിലപ്പോൾ ഓരോ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും നമുക്കൊരു പോയിന്റ് എത്തുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കാറുണ്ട്. അത് ചിലപ്പോൾ നമ്മളുടെ പേഴ്സൻ്റെ ക്യാരക്ടറായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ള ഒരു കാര്യമായിരിക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ചിലവർ ഒരുപാട് വർഷങ്ങൾക്കെല്ലാം ശേഷം പാർട്ട്ണറെ മനസ്സിലാക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുവരെ പോലും അവർക്ക് അവരുടെ പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ എന്താണ്, അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള അവരുടെ ഒരു ഇൻറ്റൻഷൻ എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതെ പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അത് പല കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിക്കാറുണ്ട്. ചിലവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു വ്യക്തി അവരുടെ ഒരു നല്ല ഫേസ് മാത്രം കാണിച്ച് നിൽക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓവറായിട്ട് സ്നേഹം കാണിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അതിനകത്ത് പെട്ടുപോകുന്ന ആൾക്കാരുണ്ട്. ഏതെങ്കിലും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രം അത് തിരിച്ചറിയുന്ന വ്യക്തികൾ. എന്ന് പറയുന്നത് പോലെ ഇവിടെ ചില കാര്യങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. അത് ഇവരോടുള്ള വിശ്വാസമായിരിക്കാം, അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് അവർ കരുതിയിരുന്ന നമ്മൾ പറഞ്ഞതുപോലെയുള്ള ആ ഒരു സങ്കല്പമായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ചേഞ്ച് വന്നത്, അല്ലെങ്കിൽ ആ ഒരു വിള്ളൽ വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെ പല കാര്യങ്ങളും ആ ഒരു വീണുടയാന്ന് പറയില്ലേ, എന്ന് പറയുന്നത് പോലെ ആ ഒരു ഡിസ്ട്രക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇവർക്ക് ഇവരുടെ ആ ഒരു തേർഡ് പാർട്ടിയോടുള്ള വിശ്വാസത്തിന്മേലായിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയുള്ളൊരു മാറ്റം, അല്ലെങ്കിൽ അങ്ങനെ അവർ തമ്മിലൊരു സെപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു വീണ്ടും കുറച്ച് അടുപ്പത്തിലേക്ക് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണത്. കാരണം ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടിക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിരിക്കാം, എത്ര അകന്ന് പോയി കഴിഞ്ഞാലും തിരിച്ച് ഇതിനകത്തേക്ക് വരുന്ന ഒരു എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അതിന് പ്രത്യേകമായിട്ട് ഈ ഒരു തേർഡ് പാർട്ടി ഇനിഷ്യേറ്റീവ് എടുക്കുന്നതായിട്ടും നമുക്ക് നല്ലതുപോലെ കാണാം. ഒരുപക്ഷെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ധാരണ മാറിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെയും ഒരു ആറ്റിറ്റ്യൂഡിനകത്ത് ചേഞ്ചും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ എന്തുകൊണ്ടോ ഇതിനകത്ത് വളരെയധികം ഇമ്പൾസീവായിട്ട് പിന്നെയും മാറ്റങ്ങൾ നടന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ഇപ്പോൾ ചില റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒരു തകർച്ച, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ വിശ്വാസക്കുറവ്, എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിലും ആവാം. അങ്ങനെയുള്ളൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അത് വളരെ നീണ്ടു പോവാറുണ്ട്. ചിലവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാത്തിരുന്ന് കഴിഞ്ഞാൽ അത് മേക്കപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മളിവിടെ കാണുന്ന പോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് ഇതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്.
അത് ഒരു പക്ഷേ നമ്മളന്ന് പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഇനിഷ്യേറ്റീവ് ഉള്ളതും കൂടി കൊണ്ടായിരിക്കാം അങ്ങനെയുള്ള ഒരു മാറ്റം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ നോക്കിക്കഴിഞ്ഞാലും, അതായത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടിയുടെ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർ വിചാരിച്ചതുപോലെയല്ല ഇതിനകത്ത് പല കാര്യങ്ങളും നടക്കുന്നത്. അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ പോലും അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്ത രീതിയിൽ അതിനകത്ത് തന്നെ പെട്ടുപോകുന്നൊരവസ്ഥ. പുറത്ത് കിടക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിനകത്തേക്ക് തന്നെ വന്നു ചേരാനുള്ള, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ, ആ ഒരു സ്ട്രിങ് അവർ തമ്മിൽ അറ്റാച്ച് ചെയ്ത് നിർത്തുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികളുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളുടെ എനർജിയിൽ നമ്മൾ തേർഡ് പാർട്ടിയും ഇവരുടെയും കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം ഈ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച് ഇവർ കുറ്റം പറഞ്ഞിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അവർ ഇന്നതുപോലെയൊക്കെയാണ് എന്നുള്ള, അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞതുപോലെ ദൂഷ്യവശങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ, ഇവർക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇവർ ആ വഴിക്ക് പോകില്ല. ഇവർ ഓക്കെയാണ്. ഇവരെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വന്നേക്കാം. പക്ഷേ ഈ പറഞ്ഞ വ്യക്തി തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാറ്റി പറത്തിക്കൊണ്ട് വീണ്ടും തേർഡ് പാർട്ടിയോട് അടുപ്പം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവരെന്തുകൊണ്ട് ഈ വാക്കിന് വിലയില്ലാത്ത രീതിയിൽ പെരുമാറുന്നു എന്നൊക്കെ തോന്നിയേക്കാം. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെയാണ്. അവർ തമ്മിൽ എത്രയൊക്കെ അകന്നു പോയി കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മേ ബി മറ്റൊരു തരത്തിൽ അവർ തമ്മിൽ ഏതെങ്കിലും ഒരു കാർമികമായിട്ട് ഇതിനകത്ത് തന്നെ പെട്ടുപോകുന്ന ഒരു അവസ്ഥയായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും തിരിച്ചറിവും കാര്യങ്ങളും ഉണ്ടായി കഴിഞ്ഞാലും ഇതിനകത്ത് തന്നെ വന്ന് ചേരുന്ന ഒരവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില പ്രത്യേക സമയത്ത് ഈ ഒരു പേഴ്സൺ അതിനോട് അട്രാക്ഷൻ തോന്നിക്കഴിഞ്ഞാലും കൂടുതലായിട്ടും അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഹെവി ബേർഡൻ ആണ്, അല്ലെങ്കിൽ ഇതൊരു ടോക്സിക് ആണ് എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്കുണ്ട്, അല്ലെങ്കിൽ അത് അവർ മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞൊരവസ്ഥയാണ് ഈ ഒരു പേഴ്സണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലർ ഈ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒഴിഞ്ഞു പോകാനായിട്ട് കാത്തിരിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഒഴിഞ്ഞു പോയിട്ട് മുന്നോട്ട് പോയാൽ മതി എന്ന് വിചാരിക്കുന്നവരുണ്ടാവാം. അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഒരു പർട്ടിക്കുലർ ടൈമിൽ ഈ ഒരു പേഴ്സൺ മാറി, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയായിട്ട് സെപ്പറേറ്റ് ആയി എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും വീണ്ടും ഇവരിതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്കും തേർഡ് പാർട്ടി പോയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ ഉണ്ട്. ഇവർ തന്നെ വാക്ക് മാറ്റി പറയുന്നു, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ അറ്റാച്ച്മെന്റ് കാണിക്കുന്നു എന്നുള്ളൊരു കാര്യത്തിലേക്ക് പോകും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് നിങ്ങളും അസ്വസ്ഥരായിക്കൊണ്ടിരിക്കും. അതായത് ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. അപ്പോൾ എത്രയൊക്കെ കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ പറ്റിയാലും, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെക്കുറിച്ച് നോളജ് ഉണ്ടായിക്കഴിഞ്ഞാലും വീണ്ടും അതിനകത്തേക്ക് പോകാനുള്ള ആ ഒരു പ്രവണത, അല്ലെങ്കിൽ അത് ടോക്സിക് ആണ്, അതുമായിട്ട് കൊണ്ട് നടക്കുന്നത് എനിക്ക് വലിയൊരു റിസ്ക് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലും അത് വിട്ട് കളയാൻ സാധിക്കാത്ത തരത്തിലുള്ളൊരു എനർജി നമുക്കിവിടെ കാണാമെന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പ് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെ പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഓൺ ആൻഡ് ഓഫ് പാറ്റേണിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് ഈ ഒരു പേഴ്സൺ ഒരു തിരിച്ചറിവുണ്ടായി മാറി നിൽക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ മറ്റൊരു സമയത്താണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിനകത്ത് പോകുന്നുണ്ട്. താൽക്കാലികമായിട്ടാണെന്നുണ്ടെങ്കിൽ പോലും വീണ്ടും ഒരു അറ്റാച്ച്മെൻറ്റ്, ക്ലോസ്നെസ് ഒക്കെ വരുന്നതായിട്ടും നമുക്ക് കാണാമെന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ ഒരു യഥാർത്ഥ ഇൻറ്റൻഷൻ എന്താണ്, അല്ലെങ്കിൽ ഒരു ബോസിനെസ് നേച്ചർ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച്, അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും ഒക്കെ ആ ഒരു സ്നേഹം കൊണ്ടാണെന്നുള്ള രീതിയിലുള്ളൊരു പെരുമാറ്റമായിരിക്കാം ചിലപ്പോൾ കാഴ്ചവെക്കുന്നത്. ചിലർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. അതായത് അവരുടെ ഉദ്ദേശമായിരിക്കും അവർ അടിച്ചേൽപ്പിക്കാനായിട്ട് നോക്കുന്നത്. പക്ഷേ അത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവുക പോലുമില്ല. അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ളൊരു രീതിയിലായിരിക്കും അവർ പറഞ്ഞു വരുത്തുന്നത്. അപ്പം അങ്ങനെയുള്ള പേഴ്സൺസ് എന്ന് പറയുന്നത് വളരെ ട്രിക്കി ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. അതായത് അവരുടെ ഒരു യഥാർത്ഥ ഇൻറ്റൻഷൻ എന്താണെന്ന് പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വ്യക്തമാകാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. കറൻറ്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള ആ ഒരു സെപ്പറേഷൻ ഇവരിൽ നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ഓൺ ആൻഡ് ഓഫ് എന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഓഫ് ആയിട്ടുള്ള പാറ്റേണിലായിരിക്കാം ഇപ്പോൾ നിലവിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് തേർഡ് പാർട്ടി വിചാരിക്കുന്ന പോലെയുള്ള ഒരു എനർജി ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഇമോഷണലി വളരെയധികം
ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിരിക്കുന്നൊരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും വീണ്ടും ഒരു പ്രതീക്ഷ വെക്കുന്നൊരവസ്ഥയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ഒരു പക്ഷേ ആ ഒരു പ്രതീക്ഷ വെക്കുന്നത് തന്നെ ഇതിന് മുൻപും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും അവർ തമ്മിലൊരു ഓൺ ആൻഡ് ഓഫ് പാറ്റേണിലൊക്കെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര അകന്നു പോയി കഴിഞ്ഞാലും വീണ്ടും തിരിച്ചു വരുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കും അവിടെ ഒരു ഹോപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. എങ്കിലും ഇമോഷണലി ഒട്ടും ഹാപ്പി അല്ല, വളരെയധികം ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് ഈ ഒരു തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ ആ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ അത് തന്നെയായിരിക്കാം മെയിനായിട്ടുള്ളൊരു പ്രശ്നം. അപ്പോൾ ആ ഒരു ഹേർട്ടിങ് കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാം എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ആക്ച്വലി നിങ്ങളുടെ വ്യക്തിയുടെ പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു പേഴ്സണ് ശരിക്കും ഇത് അനലൈസ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് എന്ത് കാരണം കൊണ്ടാണെന്നുണ്ടെങ്കിലും ചില സമയത്ത് അവർ വളരെ ആക്റ്റീവായിട്ട് ഇതിനകത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുന്നതും ഇവർ തന്നെയാണ്. ഒരു രണ്ടൊരു ആറ്റിറ്റ്യൂഡിൽ കൂടെ പോകാന്ന് പറയുമ്പോൾ ഒരു ഡബിൾ മൈൻഡ് സെറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി പോലും അറിയാതെ ഇതിനകത്തേക്ക് തിരിച്ചു പോകുന്ന ഒരവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു റിസൾട്ടാണ്. എന്നാൽ അവരതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മളിവിടെ പറഞ്ഞതുപോലെ ഈ ഒരു സെപ്പറേഷൻ ഫേസ് അവർക്കിടയിൽ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ആ ഒരു ഒറ്റപ്പെടൽ, അല്ലെങ്കിൽ ആ ഒരു നിരാശ, ലോസ് ഫീലിംഗ് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് തേർഡ് പാർട്ടിയുടെ എനർജിയിൽ നിന്നും. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി നോക്കുമ്പോഴത്തേക്കും ഇവരുടെ റിലേഷൻഷിപ്പിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പല വ്യക്തികളെ സംബന്ധിച്ച് റിലേഷൻഷിപ്പിൽ അവർ പല ആയുധങ്ങളായിരിക്കും ഉപയോഗിക്കുക. ആയുധങ്ങൾ ഇൻ ദ സെൻസ് ചിലർ ഇമോഷൻസ് വെച്ചായിരിക്കും കളിക്കുക. ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഫാമിലി ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധത്തിൻ്റെ പേരും പറഞ്ഞ്, അല്ലാന്നുണ്ടെങ്കിൽ ചിലവരാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒട്ടും പൊരുത്തമുണ്ടാവില്ല, പക്ഷേ കുട്ടികളുടെ പേര് പറഞ്ഞായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയുടെ സപ്പോർട്ടോടുകൂടി, അങ്ങനെ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സണെ അവരിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇവർക്കൊരു ഹോപ്പുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒന്ന് അകന്ന് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒറ്റപ്പെടലുണ്ട്, അതിനകത്തൊരു വിഷമമുണ്ട്. എങ്കിലും ആ ഒരു പ്രതീക്ഷ ഉള്ളതായിട്ടും ഈ ഒരു സൈക്കിൾ എൻഡ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും ഇതിനകത്തൊരു മാറ്റം വരും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനും നമുക്കിതിനകത്ത് ഇവരുടെ ഭാഗത്തു നിന്ന് കാണാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, അവർക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല ചിലപ്പോൾ എന്താണ് പ്രോബ്ലം എന്നുള്ളത്. ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് ഓഫായിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് ഓൺ ആയിരിക്കാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവാം. അപ്പോൾ അവർക്കതെല്ലാം മനസ്സിലാവുന്നുണ്ടാവാം. പക്ഷേ വീണ്ടും ഇതിനകത്ത് തന്നെ കുടുങ്ങുന്നൊരു അവസ്ഥയിലായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് നിലവിലുള്ള ഒരു മാനസികാവസ്ഥ എന്താണെന്നുള്ളതൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. King of Cups, Eight of Wands, the Moon, Strength, and Emperor. ഇപ്പോൾ ഇവിടെ നിങ്ങളോടുള്ള ആ ഒരു എനർജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം എന്താണോ, അല്ലെങ്കിൽ ഇമോഷൻസ് എന്താണോ, അത് അവർ പൂർണ്ണമായിട്ട് പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു പക്ഷേ നിങ്ങളോട് ഓൺ ആൻഡ് ഓഫിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ കോൺടാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും അത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു കോൺവെർസേഷനോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ തമ്മിൽ നടക്കുന്നുണ്ടാവില്ല. അതായത് ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം, ഫീലിംഗ് ഒക്കെ നിങ്ങളോട് ഉള്ളതായിട്ട് കാണാം. പക്ഷേ അവരത് പ്രകടിപ്പിക്കാതെ സപ്രസ് ചെയ്തിരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവരുടെ ഒരു എനർജി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഓടി വരാനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ആ ഒരു പേഴ്സണാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർ തീവ്രമായിട്ടത് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സൈലൻസിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നത് മാറ്റണം, ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഈ ഒരു പേഴ്സണ് തീവ്രമായിട്ടുണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ അതേസമയം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ഒന്ന് കൺഫ്യൂസ്ഡ് ആവുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ പറഞ്ഞതാണ് അവിടെയുള്ള ഒരു സംഗതി. അപ്പോൾ ആ ഒരു കാര്യം നിലനിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഈ ഒരു ആങ്സൈറ്റി,
കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഫിയറൊക്കെ ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാനസികമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അത് നിങ്ങളോട് പ്രകടിപ്പിക്കാനും ഈ ഒരു പേഴ്സണ് ആഗ്രഹമുണ്ട്. പക്ഷേ ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ അവരവിടെ ഒന്ന് സപ്രസ്സായി പോകുന്നതായിട്ട് തന്നെ നമുക്ക് കാണാമെന്നുള്ളതാണ്. അതായത് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ആ ഒരു പേഴ്സൺ എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. പക്ഷെ അത് വേണ്ട വിധം അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിനായിട്ടൊന്ന് അവരാഗ്രഹിക്കുന്നത് പോലെ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനായിക്കോട്ടെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിക്കോട്ടെ, മനസ്സ് തുറക്കാനായിക്കോട്ടെ, അതിനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതുമാണ്. അപ്പോൾ ഒരുപക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി എനർജി സ്റ്റിൽ വിട്ടു പോയിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ മാറിയിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ ഈ ഒരു സമയം എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം തേർഡ് പാർട്ടി എനർജി അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും അവർ ചിലപ്പോൾ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ട് ഇരിക്കുന്നു എന്നായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത്. ആ ഒരു ആഹ്, കാഴ്ചപ്പാടായിരിക്കാം അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് വരുന്നത്. പക്ഷേ അങ്ങനെയല്ല. അവരുടെ മനസ്സിനകത്തുള്ള ആ ഒരു ഇമോഷൻസ് ഉണ്ട്. അത് പ്രകടിപ്പിക്കാനും അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മനഃപൂർവ്വമായിട്ട് ആ ഒരു വ്യക്തി അത് നിയന്ത്രിച്ച് നിർത്തുകയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതിനുള്ളൊരു സമയം വരട്ടെ അല്ലെങ്കിൽ വരും എന്നുള്ള ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതായത് മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി ഒരു കാര്യത്തിലേക്ക് വരാനായിട്ട് ഒരുപാട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അവർ മനസ്സിനെ കടിഞ്ഞാണിടുന്നു എന്നുള്ളത് നമുക്കവിടെ കാണാം. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇവിടെ പ്രത്യേകിച്ച് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു മനോഭാവം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവാം. ഇവർക്ക് എന്തോ എന്നോട് പറയാനുണ്ടല്ലോ പക്ഷേ പറയുന്നില്ല. അല്ലെങ്കിൽ മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന അത്രയും ആ ഒരു ഇൻറ്റിമസി അവർ കാണിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മളിവിടെ കണ്ടതുപോലെ മനസ്സിനകത്ത് സ്നേഹം വെച്ചിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ അവരിൽ നിന്ന് കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും വലിയൊരു വെല്ലുവിളി ഈ ഒരു തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.